വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. നമ്മൾ അതികാലൈ 4 മണിയായപ്പോഴത്തേക്ക് കുളിച്ചൊരുങ്ങി സെറ്റായിരിപ്പുണ്ട്. നമ്മൾ മഹാബലിപുരം കാണാൻ പോവാണ് സുഹൃത്തുക്കളെ. മഹാബലിപുരം അഥവാ മാമലപുരം. നമ്മളിപ്പോ ചെന്നൈയിലാണുള്ളത്. ഇവിടുന്ന് ഒരു 50-60 കിലോമീറ്റർ ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. അവിടെ എന്താണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിപുരാതന ഗുഹാക്ഷേത്രങ്ങൾ, ഒറ്റക്കൽ മണ്ഡപങ്ങൾ, ക്ഷേത്ര നിർമ്മിതികൾ, അങ്ങനെ കുറെ സാധനങ്ങൾ കാണാനുണ്ട്. യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല അതിമനോഹരമായ ശില്പങ്ങൾ, ക്ഷേത്ര നിർമ്മിതികളൊക്കെ കാണാൻ പറ്റും എന്നാണ് ഗൂഗിളും പ്രമുഖ യൂട്യൂബ് വീഡിയോകളും കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ അരവിന്ദേട്ടനും പറഞ്ഞിട്ടുണ്ട്. അല്ല അരവിന്ദേ? അതെ, നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് എല്ലാവരുടെയും ഒപ്പീനിയൻ. അപ്പോൾ ഇവിടെ ചെന്നൈ വരെ വന്നതല്ലേ, എന്തായാലും എനിക്ക് വ്ലോഗിന് കണ്ടന്റ് വേണം. സോ നമ്മൾ മഹാബലിപുരം കാണാം എന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു 47 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പം 5 മണിയാകുന്നുണ്ട്. എന്തിനാണ് ഇത്തരം രാവിലെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സൺറൈസ് കാണാം എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 6 മണിക്കാണ് സൺറൈസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോക്കട്ടെ, നമുക്ക് പോയി നോക്കാം. സൺറൈസ് കിട്ടിയാൽ നന്നായിരിക്കും. നമുക്ക് എന്തായാലും പോവാം. ഞാനുണ്ട്, അരവിന്ദേട്ടനുണ്ട്. അരവിന്ദ് പോവാം. കമോൺ നമുക്ക് മഹാബലിപുരം കാണാൻ പോവാം. ബൈ ദ വേ ഗൈസ്, നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് സിനോയുടെ ബൈക്ക് നമുക്ക് പോകാനായിട്ട് തന്നിട്ടുണ്ട്. ജാവ. അരവിന്ദ വിശക്കുന്നതാ. നല്ല കാര്യം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ വിശക്കും. ഫുഡ് കഴിച്ചാൽ അപ്പിടാൻ മുട്ടും. അപ്പിട്ടാ പിന്നെ വിശക്കും. അതൊരു വലിയൊരു സൈക്കിളാണ്. അതിനകത്ത് പെട്ട് കിടക്കുകയാണ്. പിന്നെ നിനക്ക് എങ്ങനെയെങ്കിലും അവിടെ രക്ഷപ്പെട്ട് വരുന്നേ പറ്റും. ദിവാകരൻ വന്നില്ലടാ. എല്ലാവരും ദിവാകരന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേസ്. വെളിച്ചം കാർമേഘം ദിവാകരൻ തടഞ്ഞു നിർത്തിക്കാനാണ്. ദിവാകരൻ സ്റ്റിൽ ബിഹൈൻഡ് ക്ലൗഡ്സ്. ബീച്ചിൽ ചായ കിട്ടും. നിനക്ക് ബീച്ചിൽ ചായ ഇല്ല. എനിക്ക് പറയുന്നത് ചായ മാത്രമാക്കി നിനക്ക് ചിക്കൻ ബിരിയാണി റെഡിയാക്കാം. അവിടെ തോക്കൊക്കെ ഇവിടെ വെച്ചല്ല. ദിവാകരൻ എന്തോ അങ്ങ് ദൂരെ കുറച്ച് ചുമപ്പ് കണ്ടോ. ദിവാകരൻ എന്തോ അവിടുന്ന് വരുന്നുണ്ട്. ദിസ് ഈസ് റിസ്കി. ദിവാകരനെ കിട്ടുന്നില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? സൺറൈസ് അങ്ങനെ സക്സസ്ഫുള്ളി കാർമേഘം കൊണ്ടുപോയി നമുക്ക് വേറെ എന്തെങ്കിലും പോയി കാണാം. ആദ്യം ചായ കുടിക്കാം. ചായം പെണ്ണും. അപ്പോ സൺസെറ്റ് തേഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കടലിന്റെ ബീച്ചിന്റെ അടുത്ത് തന്നെ ഒരു ടെമ്പിൾ ഉണ്ട്. ഷോർ ടെമ്പിൾ, തീർത്ഥമ്പലം. ഇവിടുത്തെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റക്കൽ നിർമ്മിതികൾ, അങ്ങനത്തെ കൽപ്പണി, കൊത്തുപണി, അതുപോലത്തെ സംഭവങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. കൺസ്ട്രക്ഷൻ മൊത്തത്തിൽ സെറ്റാണ്. മോസ്റ്റ്ലി എല്ലാം ഒരു കല്ലില് കൊത്തിവെച്ചത് അല്ലെങ്കിൽ ഗുഹ കൊത്തി മിനുക്കി ഉണ്ടാക്കിയത്, അങ്ങനത്തെ അമ്പലങ്ങളും കൺസ്ട്രക്ഷൻ സാധനങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. അതിലൊരെണ്ണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത് ഇറ്റ്സ് എ റോക്ക് കട്ട് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചർ. അതെങ്ങനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? അത് ഇത് മിക്കവാറും ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയായിരിക്കും. ഇത് നാച്ചുറലി ഒക്കെ മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയ അമ്പലമാണെന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാണിച്ചത് എന്തേ, ഇതാണ് സാധനം. ആൻഡ് ഇവിടെ രണ്ടാണോ മൂന്നാണോ എന്തോ അമ്പലമുണ്ട്. ശിവനും വിഷ്ണുവും ആണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളതെന്നാണ് അതും ഗൂഗിൾ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. നല്ല സ്ഥലമല്ലേ, നല്ല സമാധാനമുള്ള സ്ഥലം. അപ്പൊ നമുക്ക് പോയിട്ട് അവിടെ 2ആണോ 3ആണോ അമ്പലം ഉള്ളതെന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഗൈസ്, ഇവിടെ ഓഡിയോ ടൂർ ഓഫ് ഷോർട്ട് ടെമ്പിൾ എന്ന് പറഞ്ഞ QR കോഡ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൂർ ഗൈഡിന്റെ ആവശ്യമില്ല. ഈ സാധനം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് കിട്ടും. ആപ്പ് വഴി നമുക്ക് കഥയെല്ലാം പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ടെമ്പിൾ ഉണ്ട്. അതിനകത്ത് 2 ശിവന്, 1 നമ്മുടെ വിഷ്ണു. ആപ്പില് ചേച്ചി പറഞ്ഞത് എന്താണ്, നമ്മുടെ രാജാവിന്റെ സമയം ഭയങ്കര ശാന്ത സമാധാന യുദ്ധമൊന്നും ഇല്ലാത്ത സമയമായിട്ട് പുള്ളിക്കാരൻ ഫുൾ എന്റർടൈൻമെന്റിന് വേണ്ടി അമ്പലങ്ങൾ പണി നടക്കുമായിരുന്നാണ് ആപ്പിലെ ചേച്ചി പറഞ്ഞത്. നന്നായി. പുള്ളി കുറെ അമ്പലമൊക്കെ പണി നമുക്ക് കാണാൻ പറ്റുമല്ലോ. എടാ, ഇവിടുത്തെ വേറൊരു ഐതിഹ്യം ഉണ്ട്, അതറിയോ? സംഭവം പണ്ട് ഇവിടെ ഫുള്ള് ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ സിറ്റി പോലെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ദ്രദേവന് ജലസി അടിച്ചു, അസൂയ. അപ്പൊ അങ്ങാര് വന്ന് വലിയ ഇടിച്ചുകൂത്തി മഴയൊക്കെ പെയ്പ്പിച്ച് എന്താക്കി, സുനാമി എന്നൊക്കെ വന്ന് ഇതിന്റെ സിറ്റിയുടെ പകുതി കടൽ കൊണ്ടുപോയെന്നാണ് ഐതിഹ്യം. ഇവിടെ നോക്കി, ഇവിടെ ഫുള്ള് കല്ല് മൊത്തം കൊത്തിപ്പണിത് വെച്ചേക്കാണ്. കുറെ കാള. ഇതെന്താ? അമ്പലക്കുളമാണെന്ന് തോന്നുന്നു. പക്ഷെ കുളത്തിൽ വെള്ളമില്ല ഗൈസ്. എടാ, ഇത് 3 കാണുന്നില്ലല്ലോ, 2 കാണുന്നുള്ളല്ലോ. ചിന്തിക്കേണ്ട വിഷയമാണ്. എടാ, ഇത് ഫുള്ള് ഒരു കല്ല. ഇത് ഒറ്റക്കല്ലാണെന്ന് തോന്നുന്നില്ല. രണ്ടത് ഇത് വെച്ചിട്ടുണ്ട്, ചേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കല്ലാണെന്ന് തോന്നുന്നില്ല ഗൈസ്. ശിവലിംഗം എന്തോ തിരുപ്പുണ്ട്. ഇതെന്താ? ഇത് മറ്റേ ബാറ്റബ. എടാ, ഞാൻ പറഞ്ഞില്ലേ ഈ എടാ, വിഷ്ണുവിന്റെ അമ്പലം ഇവിടെ. അത് ശരിയാണ്. ഇത് ശിവന്റേത്, അതും ശിവന്റേത്. 3ാമത്തെ സാധനം കൊണ്ടല്ലോ, അതെവിടെ? അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ 2 ശിവന്റേത്, ഇതിനകത്തൊരു സാധനങ്ങളുണ്ട്, അത് വിഷ്ണുവിന്റെ എന്നാണ് പറഞ്ഞത്. ഇത് റെനോവേഷൻ വർക്ക് നടക്കുന്ന കാരണം അകത്ത് കയറാൻ പറ്റൂലെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം വിഷ്ണുവിന്റെ ടെമ്പിൾ കാണാൻ പറ്റൂല. ശിവന്റെ 2 ഒരെണ്ണം കിഴക്ക്, ഒരെണ്ണം പടിഞ്ഞാറും ഫേസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നതെന്ന് ഞാൻ വായിച്ചായിരുന്നു, മറന്നുപോയി. അതിനകത്തൊക്കെ കൊത്തുപണികൾ നോക്ക്. നൈസ്. ഓക്കെ ഗൈസ്, ഷോർട്ട് ടെമ്പിൾ കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. അടുത്ത എങ്ങോട്ടാണ്? ഇനി മറ്റേ കുറേ റോക്ക് കട്ട് ഉണ്ട്, വേറെ പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്.
അങ്ങോട്ട് പോവാം. അങ്ങനെ കുറച്ച് കാണാൻ അവിടെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാം. പക്ഷെ വിശക്കുന്നു ഗൈസ്, ഇവിടെ ഒറ്റ പറഞ്ഞ കട തുറന്നിട്ടില്ല. നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കട ഉണ്ടോ നോക്കാം. നമ്മൾ ഇപ്പുറത്തെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ള കേട്ടോ നടക്കാൻ. സംഭവം ഞാൻ ഇത് കാണിച്ചാലേ, ഇത് നോക്ക്. ഇത് ഒരൊറ്റ പാറയാണ്, ഒറ്റ പാറയിലാണ് ഈ സാധനം എല്ലാം കൊത്തി വെച്ചേക്കുന്നത്. നോക്ക് ഇത് കണ്ടോ. അരേഞ്ച് ഒരു പാറയല്ലേ? നമുക്ക് ഒരു പാറ തുറന്നിട്ടാണ് ഈ തൂണ് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിനകത്ത് കയറാം ഗൈസ്, കാണിച്ചു തരാം. ഇത് അൺഫിനിഷ്ഡ് റോക്ക് കട്ട് കേവ് ടെമ്പിൾ നോർത്ത് ഓഫ് കൃഷ്ണമണ്ഡപം. അവിടെ കൃഷ്ണമണ്ഡപം ഉണ്ട്. അവിടെ ആയിട്ട് ഇതാണ് കൃഷ്ണമണ്ഡപം. ഇതിന്റെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ കൊത്തി വെച്ചേക്കുന്നത് ഈ ദ്വാരകയിൽ വർഷം മഴ കിട്ടാൻ വേണ്ടി ഇന്ദ്രദേവന് പൂജ കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ കൃഷ്ണൻ വന്നിട്ട് ഇറങ്ങി ഗോവർദ്ധന മല മേഘം തടഞ്ഞു നിർത്തിയിട്ടാണ് നമുക്ക് മഴ കിട്ടുന്നത്, അല്ലാതെ ഇന്ദ്രനൊരു തേങ്ങയും കാണിച്ചിട്ടല്ല. കൃഷ്ണൻ പറഞ്ഞ് ഗോവർദ്ധനത്തിന് പൂജ ചെയ്താൽ മതി. അങ്ങനെ ഗോവർദ്ധന മലയ്ക്ക് പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രന് പിന്നെ ദേഷ്യം വന്ന് കനത്ത മഴ പെയ്യിപ്പിച്ച് അവിടെ മൊത്തം വെള്ളത്തിലാക്കി. മൊത്തം വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ സെറ്റപ്പ് വന്നപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു, ഗോവർദ്ധന മല പൊക്കിയിട്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ എന്തായി, മലയുടെ കീഴ് വന്ന് അഭയം പ്രാപിച്ചു. ആ സംഭവമാണ് നമ്മുടെ കൃഷ്ണമണ്ഡപത്തിൽ കൊത്തിവെച്ചേക്കുന്നത്. ഈ ടെമ്പിളൊന്നും ഫിനിഷ് ആയിട്ടില്ല. ഇതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച സാധനങ്ങളാണ്. ഇത് പ്രതിഷ്ഠ ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആചാരപ്രകാരമുള്ള നിയമങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല. ഇതൊരൊറ്റ പാറയാണ്. ഈ പാറയ്ക്കകത്താണ് ഈ ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പ്രതിഷ്ഠിച്ചാണ് തന്നെ. ഇത് ഇവരെങ്ങനെയാണ് തുളച്ചത്, ഈ വലിയ പാറ കൊത്തി ഇങ്ങനെ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പാടല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ തുളകൾ ഉണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ ഓട്ടകൾ ഇടും. ഓട്ടകൾ ഇട്ട് അതിനകത്ത് മുള കയറ്റി വെച്ചിട്ട് മുള നിറച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കും. അപ്പോൾ മുള എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയിട്ട് കല്ല് കീറി വരും. അങ്ങനെയാണ് ഇവർ ഈ ഗുഹകൾ മൊത്തം, ഈ പാറ മൊത്തം പൊട്ടിച്ച് ഇങ്ങനെ ഇതാക്കിയെടുത്തത്. സമ്മതിക്കണല്ലേ ഇവന്മാര് പണിയെടുത്തിട്ടുണ്ടാവും. ഇത്ര വലിയ ഇത് ഗ്രാനൈറ്റ് അല്ലേ മൊത്തം, എന്ത് ഗ്രാനൈറ്റ് സ്റ്റോൺസ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ സെറ്റപ്പാണ്. അപ്പോൾ ഭയങ്കര പാടാണ് ഈ സാധനം പൊളിക്കാനായിട്ട്. അത് ഞാൻ കേട്ടു, പൊളിക്കാൻ ഭയങ്കര പാടാണെന്നുള്ള കാര്യം കേട്ടു. പൊളിക്കാൻ ഭയങ്കര പാടാണ്. അതിനകത്താണ് ഇവന്മാർ ഇത്ര സാധനം കുത്തി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രാവിലെ ബോറടിക്കുമ്പോൾ വന്ന് തത്വമായിരിക്കും. ഇവിടുത്തെ ടെമ്പിൾ സാധനങ്ങളെല്ലാം 7th century AD ആ ടൈമിൽ ഏതോ നരസിംഹ ഒന്നാമൻ പണി കഴിപ്പിച്ചാണ് ഈ സെറ്റപ്പ് എന്നാണ് ഞാൻ കേട്ടത് ഒരു യൂട്യൂബ് വീഡിയോയിൽ. ഇതെന്തോ ഒരു ശില്പകലാ സ്കൂളോ അങ്ങനെ ആയിരുന്നെന്നും കേൾക്കുന്നുണ്ട്. ശില്പകല പഠിപ്പിക്കുന്ന എന്തോ സ്കൂൾ സെറ്റപ്പ് ആയിരുന്നു അത്. മറ്റേ ആ നരസിംഹ ഒന്നാമന്റെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ആർക്കിടെക്ചർ സ്കൂളാണ് ഇതെന്നാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടത്. ആൻഡ് ദ്രാവിഡ തച്ചുശാസ്ത്ര ശില്പികളുടെ കരവിരുതാണ് ഇത് മൊത്തം എന്ന് പറയപ്പെടുന്നു. ചിലപ്പോൾ ആയിരിക്കും, കണ്ടിട്ട് അവർ തന്നെ ആയിരിക്കും. സീൻ തന്നെ. പിന്നെ നമ്മുടെ വേറൊരു സാധനം, മെയിൻ സാധനം ഉണ്ട്. ബട്ടർ സ്റ്റോൺ. ഇത് നോക്ക്, ആ സാധനം വെണ്ണ ഉരുട്ടി വെച്ചേക്കുന്ന പോലെ. അതായത് ആ കല്ലിങ്ങനെ, അതായത് ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മുട്ടക്കാട്ടം പാറ ഇങ്ങനെ ചരിഞ്ഞ് നിൽപ്പുണ്ട് അവിടെ. വെണ്ണ ഉരുട്ടി വെച്ചേക്കുന്ന പോലെ തോന്നും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൃഷ്ണാസ് ബട്ടർ റോളോ അങ്ങനെ എന്തോ പറയുന്നത്. റോളല്ല, ബോൾ. അതൊക്കെ പേര് നോക്കിയിട്ട് പറയാം. എനിക്ക് ഒരു മിനിറ്റ്. ബട്ടർ ബോൾ. എങ്ങനെയാണ് ഈ സംഭവം അവിടെ നിൽക്കുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. താഴെ വീഴാൻ നിൽക്കുന്നു. ആരൊക്കെ പിടിച്ച് വലിച്ചാലും വീഴൂല എന്ന് പറഞ്ഞത് ഇങ്ങനെ. ആരും ഇതപ്പോ തള്ളി ഇറക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഉണ്ട് പഴയ രാജാക്കന്മാരാ. പക്ഷെ നടന്നിട്ടില്ല. 6 meter high and 5 meter wide, weighs about 250 tons and approximately 1.2 meter base on the slope. ഓക്കെ, അപ്പൊ ഇത് പറയുന്നത് 20th century എന്തോ ഇത് നീക്കാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റിയെ മാനിച്ച് ഈ സാധനം റിമൂവ് ചെയ്യാൻ മാറ്റാന്നുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ വിജയിച്ചിട്ടില്ല. സീൻ കണ്ടോ? ഇവിടെ ഒടുക്കത്തെ വെയിൽ. വരുവാണെങ്കിൽ നല്ല നേരത്തെ വന്നിട്ട് നമ്മളെ പോലെ ബീച്ചിൽ പോയി സൺറൈസ് ഒന്നും കാണാൻ നിൽക്കണ്ട. സൺറൈസ് വേറെ എവിടെയെങ്കിലും പോയി കാണും. രാവിലെ വന്ന് ഈ സാധനമൊക്കെ കണ്ടോ, അതായിരിക്കും നല്ലത്. അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രാവിലെ വന്ന് കാണാൻ നല്ലത്. ഇല്ലെങ്കിൽ 10 മണിക്ക് മുമ്പേ. അതായത് നിങ്ങൾ നമ്മളെ പോലെ രാവിലെ വന്നിട്ട് ദിവാകരനെ കാണാൻ പോകാതെ നേരെ വന്ന് കല്ലിലെ കൊത്തുപണികൾ കാണുക. എന്ത് സാധനം? ഗണേശരഥ. ഓ എടാ, ഇവിടെ പ്രതിഷ്ഠയുണ്ട്. പൂജയൊക്കെ ഉണ്ടെന്നുണ്ട്. ഓ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ പ്രതിഷ്ഠയുണ്ട് ഗൈസ്. പൂജ സംഭവങ്ങൾ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇത് സിംഗിൾ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. ഇതും സിംഗിൾ സ്റ്റോൺ ആണ് ഗൈസ്. കണ്ടോ, ഒറ്റ കല്ലാണ് ഈ സാധനം ഗണപതി അമ്പലം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സ്, മങ്കീസ് ആൻഡ് പീകോക്സ്. ഇവിടെ ഇതിനെ കണ്ട ദിനോസറിനെ പോലെ ഇരിക്കുന്നുണ്ട്. ആരെ പോലെ? ദിനോസർ. ചിലപ്പം അത് ദിനോസറിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഉമ്മാര് ഡീകോഡ് ചെയ്തപ്പം മയിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ദിനോസറാണ് ഗൈസ്. ഫുള്ള് പണിയിട്ടില്ല. ഇവിടുത്തെ പണിക്കാരൻ ശരിയല്ല ഗൈസ്. രാജാവ് സമാധാനപ്രിയനായതുകൊണ്ട് ഉമ്മാരെ ചുമ്മാ പണിയെടുക്കാതെ മടി പിടിച്ചിരുന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. പണിയല്ല, ബ്ലഡി ഫൂൾസ്. അല്ല, ഉമ്മാർ എന്തിനാ പണി നിർത്തി പോയെ? അത് നമുക്ക് ഗൂഗിളിൽ തപ്പി കണ്ടുപിടിക്കാൻ ഗൈസ്. കുളം, കിണറല്ല, ഇതൊരു ടാങ്ക് പോലെ സെറ്റപ്പാണ്. ഇതാ. ഓ എടാ, മഴവെള്ള സംഭരണി. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇറങ്ങിയല്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ടേ ഉള്ളൂ, ഇറങ്ങിയിട്ടില്ല.
ഗൈസ് എന്നെക്കാൾ വലിയ മഴവെള്ള സംഭരണി സെറ്റപ്പ് ഗൈസ്. ഇത് ത്രിമൂർത്തി കേവ്. എടാ ബ്രഹ്മാവൊക്കെ ഉണ്ടോ? അതേടാ ബ്രഹ്മാവ്. എന്തായാലും നടുക്ക് ശിവനുണ്ട്. ഇത് ശിവൻ, ഇവിടെ ഇത് ബ്രഹ്മാവ്. ഇത് കണ്ടോ 4 കൈ, അപ്പുറത്ത് 4 കൈ ഉണ്ടോ? ഇത് ബ്രഹ്മാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈ നോക്കൂ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ബ്രഹ്മാവല്ലേ? അല്ലടാ ഇത് വിഷ്ണു ആയിരിക്കും. ഇതെങ്ങനെ വിഷ്ണു ആവുന്നത്? അപ്പുറത്ത് നോക്കട്ടെ. എടാ കയ്യിൽ നോക്കാൻ പറഞ്ഞു. ഇവിടെ എന്താ? ഇതാടാ വിഷ്ണുവിന്റെ തലയിലല്ലേ ഇങ്ങനെ നീളത്തിന് ഒരു സാധനം ഉള്ളത്. എല്ലാവരുടെ കയ്യിൽ ഒരേ സാധനം. ശിവന്റെ പുറകിൽ എന്താ നോക്കാം. ഇത് നോക്ക്, ഇത് ശിവൻ തന്നെ. പുറകിൽ നോക്ക്, മറ്റേ ഗംഗയൊക്കെ തല വെച്ചിട്ടുണ്ട്. എന്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് ശിവന്റെ ലെഫ്റ്റ് സൈഡില് ബ്രഹ്മാവ്, റൈറ്റ് സൈഡില് വിഷ്ണു ആണെന്നാണ് എന്റെ ഒരു നിഗമനം. അരവിന്ദേട്ടൻ തിരിച്ചാണ് പറയുന്നത്. പണിയെടുത്തമാര് ശിവനെ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. എടാ ഇവര് പണിക്കാര് മൊത്തം മറ്റേ ശിവൻ ഫാൻ ആണെന്ന് തോന്നുന്നു. മീൻസ് ആ രാജാക്കന്മാരെല്ലാം ശിവഭക്തരായിരുന്നല്ലേ. ഇവര് മൊത്തത്തില് ശിവന്റെ ഫാൻസ് ആണ് ഗൈസ്. അത് കാരണം ബാക്കി പ്രതിഷ്ഠകളൊന്നും വെച്ചിട്ടില്ല. വെച്ചേർത്തുള്ള ശിവനെ വെച്ചിട്ടുണ്ട്. അമ്മേ, ഇത് കുളിക്കുന്ന ഒരു ബാത്ത് ടബ് ഉണ്ട്. വർഷങ്ങളായി അതിനകത്ത് വെള്ളം കെട്ടി കിടക്കണം. അതും തലക്കല്ല, അത് കട്ടില്ല. ഇത് കൊള്ളാല, ശുദ്ധജലം അല്ല ഗൈസ്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ സിംഹാസനം ഉണ്ടത്. ഇത് സിംഹാസന, സിംഹം ഇരിക്കുന്നു. സിംഹാസനം മീൻസ് രാജാവ് ഇരിക്കുന്ന സ്ഥലം. ധർമ്മരാജ റോക്കറ്റ് ട്രോൺ. പക്ഷെ ഇത്ര നീളം എന്തിനാ? കട്ടില് പോലെ സിംഹാസനത്തിന് എന്താ ഇത്ര നീളം? കൈയൊക്കെ വെച്ചിട്ട് മറ്റേ ദിവാങ്കോട്ട് പോലില്ലേ കടക്കാൻ? ആ സെറ്റപ്പാണ്. സിംഹാസനത്തിൽ കടക്കാൻ ഇരിക്കാല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെ കട്ടിലെന്ന് പറഞ്ഞ പോലെ. എടാ സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. രാജാവ് ഇവന്മാര് പണിയെടുക്കുന്നുണ്ടെന്ന് അറിയാൻ വരുന്ന ദിവസം രാജാവിന് ഇരിക്കാനുള്ള സ്ഥലം. സംഭവം അത് തന്നെ. രാജാവ് ഇവന്മാര് കള്ളപ്പണിയാണെന്ന് രാജാവിന് മനസ്സിലാക്കണം. അപ്പോ രാജാവ് നിരീക്ഷിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും. എന്ത് പറയുന്ന എന്റെ തിയറി? അതെ കറക്റ്റാണ്. നിന്റെ ദിനോസർ തിയറി പോലെ എന്റെ സിംഹാസന തിയറി. അരവിന്ദേട്ടന്റെ ദിനോസർ തിയറിയാണോ എന്റെ സിംഹാസന തിയറിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റ് ചെയ്തു. ഏത് തിയറിക്കാണ് ഫാൻസ് കൂടുതൽ നോക്കാം. ബാത്തബ് കിട്ടിയിട്ടുണ്ട്. പാഞ്ചാലിയുടെ ബാത്തബ് അല്ല, ദ്രൗപദീസ് ബാത്തബ്. പാഞ്ചാലി രണ്ടും ഒന്നല്ലടാ. സോറി, സീതയുടെ ബാത്തബ് അല്ല, നമ്മുടെ ദ്രൗപദിയുടെ ബാത്തബ്. നമ്മൾ മുമ്പേ സീതയുടെ ബാത്തബ് എന്നല്ലേ പറഞ്ഞു. മാറിപ്പോയി. സീതയുടെ ബാത്തബ് അല്ല, ദ്രൗപദിയുടെ ബാത്തബ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് പാറ തുറന്ന് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മുടെ ഭാവി തലമുറ ഇട്ട പേരാണ് ദ്രൗപദീസ് ബാത്തബ്. ബാത്തബ് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദ്രൗപദിയുടെ ബാത്തബിൽ ഫുള്ള് തവളകളാണ് ഗൈസ്, ചൊറുത്തവളകൾ. ദ്രൗപദി ഇനി കുളിക്കാറിങ്ങിയാൽ ചൊറി പിടിച്ച് കിടക്കേണ്ടി വരും. അരവിന്ദേട്ടനെ ഏതോ കാട്ടിക്കൂടൊക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എവിടെ എന്തോ മാൻ വേഴ്സസ് വൈൽഡാ. മോനെ എടാ രാവിലെ വന്നാൽ സെറ്റാ കേട്ടോ. ഈ വെയില് ഉച്ചിയിലടിക്കുന്ന കാരണമാണ് നമുക്ക്. ഇപ്പോഴും രാവിലെ ആണ്ടോ? എത്ര മണിയായത്? 8:30 ആയതേ ഉള്ളൂ. എന്റെ മോനെ 8:30 ആയതേ ഉള്ളൂ. എന്നിട്ടാ ഈ ഇവിടെ കേറാം. അൺസഹിക്കബിൾ. നല്ല മാർബിൾ, നല്ല സുഖോടാ. സുഖമൊക്കെ കുണ്ടിക്ക് നല്ല തണുപ്പ്. ചെന്നൈയിൽ ആതിരല്ലേ, അതുകൊണ്ടാണ് പറയാൻ പറ്റൂല. ചെന്നൈ പറ്റൂല. ഇവിടെ കുഴി മീൻ ചിലപ്പം കാല് കഴുകാനുള്ള സെറ്റപ്പ് ആയിരിക്കട്ടെ. ഇത് വരാഹ ടെമ്പിൾ. വരാഹം മറ്റേ പന്നിയല്ലേ? വിഷ്ണുവിന്റെ അവതാരം. പന്നിയല്ലല്ലോ, അത് കൂർമ്മം. പന്നി. വരാഹം കൂർമ്മം. എന്തോ സാധനം? കൂർമ്മ. വരാഹം നീ പറഞ്ഞ സാധനം, പക്ഷെ പന്നിയല്ലല്ലോ. അത് പന്നിയല്ലേ? പന്നിയാണ് വരാഹം. അതുപോലത്തെ വേറെ എന്തോ സെറ്റപ്പ് അല്ലേ? എടാ പന്നിയടാ, മറ്റേ കൊമ്പ് തേറ്റയ്ക്കുള്ള സാധനം. പന്നിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വരാഹം പന്നിയല്ലേ? വരാഹം വേറെ സ്പീഷീസ് ഇല്ല. എടാ വരാഹം പന്നിയുടെ സംസ്കൃതമായിരിക്കും. സംസ്കൃതം. ഓക്കെ, അതിപ്പം വരാഹത്തിന്റെ ടെമ്പിൾ, വരാഹ ടെമ്പിൾ. പ്രതിഷ്ഠയില്ല ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാറ പൊട്ടിക്കുന്ന ഈ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇതുപോലെ കുറെ ഓട്ട ഇട്ടിട്ട് എന്നിട്ട് ഇതിനകത്തെല്ലാം മുള നിറച്ചിട്ട് വെള്ളം നിറയ്ക്കും മുളയ്ക്കകത്ത്. അപ്പം മുള എക്സ്പാൻഡ് ആകുമ്പോൾ എന്തെറ്റും ഇവിടെ ഇങ്ങനെ ക്രാക്ക് വീണ് പാറ പൊട്ടിക്കും. അങ്ങനെയാണ് ഇവർ ഈ പാറ മൊത്തം പൊട്ടിച്ച് സാധനങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. ഇല്ലാടികൾ തന്നെ. കഴിവ്. സ്കിൽഡ് പീപ്പിൾ ആയിരുന്നു പണ്ട്. നമ്മളാണ് സ്കില്ലൊന്നും ഇല്ല, വെറുതെ രാവിലെ എഴുന്നേക്കുന്നു, ആർക്കും ഉപകാരമില്ലാതെ. ദശാവതാരം ആൻഡ് റായ ഗോപുരം. ദിസ് മോണ്യുമെന്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഗോപുരം. എല്ലാം ഇൻകംപ്ലീറ്റ് തന്നെ. ഇതിൽ മൊത്തം 10 സർക്കിളുണ്ട്. ഈ 10 സർക്കിളിലായിട്ട് മറ്റേ അവിടെ എഴുതി വെച്ചോലെ ദശാവതാരം സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത് അല്ലേ? എല്ലാവരും ആവാനാണ് സാധ്യത. ഇത് നോക്ക്, എല്ലാ തൂണിലും 10 സർക്കിൾ വെച്ചിട്ടുണ്ട്. 10 സർക്കിളിലും എന്തൊരു രൂപം കുത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് കാണുന്നില്ല. ഇവിടെ കുറച്ചേരം കിടന്നാല. ഇതിനൊന്നും പേരറിയില്ല ഗൈസ്, പക്ഷെ എന്തോ ആണ്. ഇത് ഒരു പണിയായിട്ടില്ലാത്ത ബിൽഡിങ്ങാണ്. ഞാൻ ഇവിടെ കിടക്കട്ടെ, ഇരുന്നാല. അയ്യോ ഇവിടെ തണുപ്പ് പോരാ. സൂം ചെയ്യല്ലേ? അങ്ങനെ മതി.
എടാ ഇവിടെ തണുപ്പ് പോരാ, അപ്പുറത്ത് മാർബിളിലായിരുന്നു സെറ്റ്. ഇതെന്ത് സംസ്കൃതം? എടാ ഇവന്മാരെന്തോ എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ? ഇത് തെലുങ്ക്, കന്നഡേ? കന്നഡ അല്ലായിരിക്കും. കന്നഡ അല്ലായിരിക്കും. ഇവിടെ എന്തോ ഭാഷ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ പറഞ്ഞ കന്നഡ രാജാവായിരുന്നല്ലേ? രാജാവെന്നറിയില്ല. ഇവിടെ വന്നിട്ട് വേറെ ബാക്കിയുള്ളവരെ അവനെങ്കിലും ഇതാ കൊത്തുപണി, ഇത്രയും കൊത്തുപണി ചെയ്തതാ ഇതാ. ആ സമയത്ത് കന്നഡ ഉണ്ടായിന്. കന്നഡ ഒന്നും ഇല്ല. എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന ഏതോ ഭാഷയാണ് ഗൈസ്. ഇതേ പടി എവിടെ കയറി പോകണം? പടി എങ്ങോട്ടും ഇല്ല. അതും പണി തീരാത്താണ്. പണി തീരാത്ത പടി. ശരി, ഈ പടിയൊക്കെ തീർത്ത് മുകളിൽ ചെന്നിട്ട് വേണമായിരുന്നു മുകളിൽ പണി തുടങ്ങാൻ. അപ്പോഴത്തേക്ക് പണി സ്റ്റോപ്പായി. എടാ എനിക്ക് തോന്നുന്നു സംഭവം ഇവന്മാര് ചിലപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? പണി എന്താണ് പാതിയിൽ ഉപേക്ഷിച്ചത്? അടുത്ത തിയറി ഗൈസ്, പണി ഉപേക്ഷിക്കാനുള്ള കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു ഇവന്മാർക്ക് മടിയാണെന്ന്. ഇത്ര പണി ചെയ്തവന്മാർക്ക് ചിലപ്പോൾ മടിയാവാൻ സാധ്യതയില്ല. രാജാവ് ഈ എന്റർടൈൻമെന്റിന് വേണ്ടി കല്ല് തുറന്ന് രാജാവിന്റെ ഖജനാവ് കാലിയായി കാണും. എടാ ചില്ലറ പണിയാണെന്ന ഇവന്മാർക്കെല്ലാം ശമ്പളം കൊടുത്ത് ഒന്നുകിൽ ബഡ്ജറ്റ് ഇതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് തീർന്നു പോയി കാണും ഗൈസ്. പിന്നെ കുറെ സിനിമാറ്റിക് സാധനങ്ങളൊന്നും എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. പല വ്ളോഗുകളും കാണുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ വ്ളോഗിൽ ഇതുപോലെ സിനിമാറ്റിക് സാധനങ്ങൾ കൊണ്ടുവരണം. എനിക്ക് അമ്മാതിരി സിനിമാറ്റിക് ഷോട്ടൊന്നും എടുക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ മടിയാണ് ഗൈസ്. അതുകൊണ്ട് എൻ്റെ മോന്ത, എൻ്റെ ഫുൾ ഫിഗർ, പിന്നെ കുറെ പാറയും കണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നോ സിനിമാറ്റിക് ഫുട്ടേജ് ഒക്കെ കാണണമെങ്കിൽ വേറെ വല്ല ഡോക്യുമെന്ററി എടുത്ത് കാണും. ഈ മഹാബലിപുരം റോക്ക് ടെമ്പിൾ ഡോക്യുമെന്ററി എല്ലാം നോക്ക്. അപ്പം നല്ല സിനിമാറ്റിക് ഫുട്ടേജ് കിട്ടും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അയ്യാ അമ്മേ, ലൈറ്റ് ഹൗസ് എത്തി സുഹൃത്തുക്കളെ. ലൈറ്റ് ഹൗസിനെ മണ്ടയ്ക്ക് കയറാം. സോറി ഗൈസ്, ലൈറ്റ് ഹൗസ് ക്ലോസ്ഡ് ആണ്. പുറത്തുനിന്നുള്ള വ്യൂ ലൈറ്റ് ഹൗസ്. മഹിഷാസുരമർദിനി കേവ്. മഹിഷമർദിനി റോക്ക് കട്ട് മണ്ഡപ. ഓക്കെ, ഇതാ മഹിഷാസുരമർദ്ദനം. അത് മഹിഷാസുരൻ. മഹിഷ എന്ന് പറഞ്ഞ ഇതല്ലേ? മഹിഷ എന്ന് പറഞ്ഞാൽ പോത്ത പോത്ത്. ഇത് നമ്മുടെ മറ്റേ മഹിഷാസുരമർദ്ദനം നടത്തുന്ന നമ്മുടെ അയ്യപ്പ മഹിഷിയല്ലേ? ഇത് മഹിഷാസുരൻ. രണ്ടല്ലേ ഗൈസ്, കോണ്ടക്സ്റ്റ് മാറിപ്പോയി. രണ്ട് ദൈവങ്ങളാണ്. അയ്യപ്പൻ കൊല്ലുന്നത് മഹിഷി പെണ്ണിനെയാണ്. ഇത് മഹിഷൻ. ഇവിടെ വിഷ്ണുവാണോ? മഹിഷനെ ആരാ കൊല്ലുന്നത്? സരസ്വതി ലേഡി ആയിരുന്നല്ലേ? ഓക്കെ. എന്റെ മിത്തോളജി നോളജ് കുറച്ച് വീക്കാണ്, സോറി. മഹിഷാസുരനെ കൊല്ലുന്നത് ദേവിയാണ്. ഇതിനകത്ത് എന്താ? ഇതിനുള്ളിൽ ഒന്നുമില്ല. എടാ ഇത് ഇവിടെ മറ്റേ അനന്തശയനം വിഷ്ണു. ഇവിടെ അനന്തശയനം വിഷ്ണു ഉണ്ട്. ദുർഗ. ഓക്കെ, മഹിഷാസുരനെ കൊല്ലുന്നത് ദുർഗയാണ്. സിംഹത്തിന്റെ പുറത്ത് ദുർഗയാണ്. സോ ദിസ് ഈസ് ദുർഗ കില്ലിംഗ് മഹിഷാസുരൻ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടെ കാണാനുണ്ട് നമ്മുടെ. അത് കുറച്ച് അപ്പുറത്തോട്ടാണ്, ഈ കോമ്പൗണ്ടിനകത്തല്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ആ സാധനം കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി എനർജി ഒന്നുമില്ല. പഞ്ചരഥ, അത് നമ്മുടെ മറ്റേ പാണ്ഡവരും ദ്രൗപദിയും കൂടെ വെച്ചുള്ള ഒരു ടെമ്പിൾ കോൺസെപ്റ്റാണ്. പാണ്ഡവരുടെ അമ്പലം പോലെ പണിയാൻ എന്തോ ആയിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് യൂട്യൂബിൽ കണ്ടത്. നമ്മൾ നേരത്തെ പോയ സ്ഥലമില്ല, അവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ പഞ്ചരഥ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ആണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വരിക. ബൈക്കിനൊക്കെയാണ് വരുന്നതെങ്കിൽ വെയിലത്ത് നടന്നു വരാൻ നിൽക്കണ്ട. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, ഇവിടെ നിങ്ങൾ വരുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിൽ ഒരു ബോർഡ് വല്ലതും കാണും, സ്കാനറുള്ള ബോർഡ് കാണും. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 5 രൂപ ഡിസ്കൗണ്ട്. ലിക്വിഡ് മണി കൊടുത്ത് ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 40 രൂപ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് അവിടുന്ന് സ്കാനർ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കുക. അപ്പം റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ എല്ലായിടത്ത് കയറാനും ഒരു ഒറ്റ സാധനം മതി. ടിക്കറ്റ് നോക്കാൻ നിൽക്കുന്നവരുടെ അടുത്ത് ഫോൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത് കയറ്റിക്കോളും. 35 രൂപയുടെ ഒറ്റ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് കയറി കാണാം. അപ്പോൾ നമുക്ക് പഞ്ചരഥസ് കാണാം. ഇതാണ് നമ്മുടെ പഞ്ചപാണ്ഡവരുടെ അവരുടെ ഭാര്യ ദ്രൗപദി തന്നെ അല്ലേടാ, പേരെല്ലാം മാറ്റിയാണ് പറയുന്നത്. പാഞ്ചാലിയുടെയും അത് അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒറ്റക്കൽ ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒറ്റക്കല്ലേ? എന്റെ മോനെ, ഇത് ആ സാധനം കുത്തി വെച്ചേക്ക് നോക്ക്. ഇത് ഫുൾ ഒറ്റ കല്ലാണ്. എന്തെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആർക്കിടെക്ചറൽ ബ്രില്യൻസ്. പക്ഷേ ആസ് യൂഷ്വൽ ഇതിന്റെ പണിയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല, ഇവര് പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. സോ ഇതൊരു അമ്പലം എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റൂല. ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയാൻ പറ്റൂ. ടെമ്പിൾ എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റൂല. ഒന്നിലും വിഗ്രഹങ്ങളില്ല. ഇതിനകത്ത് വിഗ്രഹങ്ങളില്ല, പ്രതിഷ്ഠിച്ചിട്ടില്ല. ഗൈസ്, ഈ ആന കണ്ടോ? ആനയുടെ ഇവിടെ ആയിട്ടൊരു ഓട്ടം ഉണ്ടോ? നമ്മൾ അതിനും തിയറി ഉണ്ടാക്കി. ഞാൻ അറിയത് തിയറി ആയിട്ട് മടുത്തു തോന്നുന്നു. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ഇതെല്ലാം ഒറ്റക്കല്ലാണ്, ഒരു പീസും പാളിയാൽ എല്ലാം പോയിന്ന്. ആന പെടുന്നപ്പോൾ കൊമ്പിന്റെ പീസ് പാളിപ്പോയി ഗൈസ്. അപ്പോൾ കൊമ്പ് സെപ്പറേറ്റ് വെക്കാന്നുള്ള പരിപാടിയിൽ അവര് ഓട്ടാക്കി ഇട്ട് സെറ്റാക്കി വെച്ചേക്കാന്ന് തോന്നുന്നു. എടാ അത് തന്നെ സംഭവം തന്നെ. ആനയുടെ കൊമ്പ് അവർ പണിതപ്പോൾ പാളി. അപ്പൊ അവര് വേറെ കല്ലിൽ പാളിയൊന്നുമില്ല. പിന്നെ ഇത്രയും ചെയ്തവർക്ക് ആനയുടെ കൊമ്പ് എടാ 1 ലക്ഷത്തിൽ ഒരു അബദ്ധം പറ്റിക്കൂടെ? അങ്ങനെയല്ലേ കൊമ്പ് അമ്മ സെപ്പറേറ്റ് വെക്കുന്നത് ഒരു മെന്റാലിറ്റി ആയിരുന്നു.
ആണോ? പിന്നെ അല്ലെ സിമ്പിളായിട്ട് ഒരു കൊമ്പ് വെക്കാൻ എന്ത് പാട്? തുമ്പിക്ക് വെച്ചമാർ കൊമ്പ് വെക്കാൻ എന്താ പാട്? എടാ തുമ്പിക്കയും കൊമ്പ് രണ്ട് സ്ട്രക്ചർ വേറെ അല്ലടാ. ഭയങ്കര ചിലപ്പോ കനം കുറച്ച് വെക്കണം, അത്രേ ഉള്ളൂ. എടാ അതെന്തെങ്കിലും പുതിയ മേശിരി വല്ലതും കൊത്തിയപ്പം എടാ ഞാൻ പറയാ, ചിലപ്പോ പുതിയ മേശിരി വന്ന് കാണും. അപ്പോ കൊമ്പ് സിമ്പിൾ അല്ലേ ഇവനെ കൊണ്ട് ഓടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോ മേശിരിമാരൊക്കെ ഈ സാധനം ഇതിന്റെ ഒക്കെ മണ്ട കൊത്താൻ പോയ സമയത്ത് പുതിയ മേശിരി പാളി, അമച്ചർ മേശിരി പാളിച്ചതാണ് കൊമ്പ്. ആ തിയറി എങ്ങനെ? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമ്മള് കില്ലടിയുള്ള ആർക്കിയോളജിയിൽ അപ്ലൈ ചെയ്തല്ല. ഓടിപ്പോ കാത്തിരിക്കാൻ. നമ്മളൊക്കെ ആർക്കിയോളജിക്കാരായുള്ള അവസ്ഥ നല്ല സീൻ തന്നെ. പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറികൾ പഠിക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കും അല്ലേ? മതി ആപ്പ് ഹിസ്റ്ററി ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഹിസ്റ്ററി നല്ല സീൻ ഹിസ്റ്ററി ആയിരിക്കും. ഡാംബോയ്സ് തിയറി കേൾക്കണം ദൈവമേ, മര്യാദക്ക് അവരോടെങ്കിലും ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. ഗൈസ്, ഒരു സന്തോഷ വാർത്ത, എൻ്റെ ഫോണിൻ്റെ സൈസ് ലിമിറ്റ് തീർന്നു. സ്റ്റോറേജ് തീർന്നു പോയി. നമ്മളിവിടെ ഇൻട്രസ്റ്റിംഗ് തിയറികൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി ഗൈസ്. അപ്പോൾ ഇനി വേറെ കാണാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഡാംബോയ്സ് തിയറി ഓഫ് റോക്കറ്റ് ടെമ്പിൾസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ ഞാനിങ്ങനെ ഇൻട്രസ്റ്റിംഗ് തിയറികൾ ഓരോ ഭാഗത്തുനിന്ന് കണ്ടുപിടിച്ച് വരുമായിരുന്നു. എന്ത് ചെയ്യാം, പ്രകൃതി നമുക്കെതിരാണ് ഗൈസ്. അരവിന്ദേട്ടനെതിരാണ്. അരവിന്ദേട്ടൻ തിയറി ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല, ഫോണ് തരൂല്ലെന്ന് പറയും തിയറി ഉണ്ടാക്കാൻ. അതെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ തിയറിയും വ്ളോഗും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തിയറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അയ്യോ ക്ഷീണം വയ്യ എനിക്ക്, ഇത്രയും വായിട്ട് അലയ്ക്കുന്ന സമയം ആ എനർജി മതി, ഒരു സീനുമില്ല. ഇത്രയും കൊണയടിക്കുന്ന സമയം കൊണ്ട് അത് കൊണ്ട് അച്ചുണ്ടായിരുന്ന അല്പം കൂടി എനർജി ചെയ്യോ? ഇത് വെറുതെ വളവളവളാ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോട്. എനിക്ക് വയ്യടാ, അടക്കാൻ വയ്യടാ, എനിക്ക് കുറച്ച് നേരം ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ തിയറി ഉണ്ടാക്കലും റോക്കറ്റ് ടെമ്പിൾ എക്സ്പ്ലോറിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. ഓക്കെ ബൈ, വീട്ടിൽ പോട്ടെ.